പ്രിയപ്പെട്ട കർഷകരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് തെങ്കാശിയിലാണ്. തെങ്കാശിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ വഴിയരികത്ത് ചക്ക വിൽക്കാൻ വെച്ചിട്ടുണ്ട്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ചക്ക എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാർഷിക വിളയാണ്, നമുക്കെല്ലാം സുലഭമായി കിട്ടുന്നതാണ്. പക്ഷെ നേരെ മറിച്ച് തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ചക്ക വളരെ വിരളമാണ്. ചക്ക കിട്ടാനുള്ള സാധ്യത, പ്ലാവുകൾ വളരെ കുറവുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോൾ ഇങ്ങനെ തമിഴ്നാട്ടിലെ പാതയോരങ്ങളിൽ ചക്ക വിൽക്കാൻ വെച്ചിരിക്കുന്ന കാഴ്ച ഏറെ മനോഹരമാണ്. ചക്ക ഇതുപോലെ ഓരോ ചുളകളായിട്ട് എടുത്ത് വാഴയിലയിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ധാരാളം ആൾക്കാർ ഇവിടെ ഒന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ അങ്ങനെ ചക്കയൊക്കെ വിറ്റ് ഉപജീവനം നടത്തുന്ന ഒരു വ്യക്തിയുടെ കടയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ചക്കയൊക്കെ നന്നായിട്ട് വെട്ടി പൊളിച്ചു വെച്ച് ഇങ്ങനെ മനോഹരമായി ഓരോ ചുളകളും കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തത് ഇവിടെ വയ്ക്കുകയാണ്. കാരണം കേരളത്തിലൊക്കെ സുലഭമായി ചക്ക കിട്ടാറുണ്ട്. പക്ഷേ ഈ നാട്ടിലെന്ന് പറഞ്ഞാൽ ചക്ക വളരെ റെയറാണ്. കാരണം ചക്ക ഒരു അമൂല്യ വസ്തുവായിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ കാണുന്നത്. ധാരാളം ആൾക്കാർ ഈ ചുള എങ്ങനെ വില? 1/2 കിലോ 100. അപ്പോൾ 1/2 കിലോ ചക്കയുടെ ചുള, നല്ല പഴുത്ത വരിക്ക ചക്കയുടെ ചുളയ്ക്ക് 1/2 കിലോയ്ക്ക് 100 രൂപയാണ് വില. ധാരാളം വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻറ്റും ഫൈബറസ് കണ്ടൻറ്റും റിച്ചായിട്ട് അടങ്ങിയിട്ടുള്ള നല്ലൊരു ഫ്രൂട്ടാണ് ചക്ക എന്നത്. ഒരു തരത്തിലുള്ള വിഷാംശവും ഇല്ലാത്ത, കലർപ്പില്ലാത്ത നല്ല ശുദ്ധമായ ഭക്ഷണമാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചക്ക എന്നത്. അപ്പോൾ തമിഴ്നാട്ടിലേക്കൊക്കെ വരുമ്പോൾ അമൂല്യ വസ്തുവായിട്ട് തന്നെ അത് മാറുകയാണ്. ഓരോ ചുളയും ഭംഗിയായിട്ട് ഇങ്ങനെ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കുന്ന കാഴ്ച തന്നെ വളരെ ഭംഗിയുള്ളതാണ്. ഇവിടെ നമുക്ക് ചക്കയോടൊപ്പം തന്നെ അക്കാനിയുണ്ട്. അക്കാനി എന്ന് പറഞ്ഞാൽ പനയിൽ നിന്നെടുക്കുന്ന ഒരു കുടിക്കാനുള്ള ഒരു പദാർത്ഥമാണ്. തമിഴിൽ ഇതിനെ പതിനി എന്നാണ് പറയുന്നത്. അക്കാനിക്ക് തമിഴിൽ പതിനി എന്നാണ് പറയുന്നത്. പതിനി എന്നാണ് പറയുന്നത്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള നല്ലൊരു ഹെൽത്ത് ഡ്രിങ്കാണ് പതിനി എന്നത്. ഇവിടെ അക്കാനി കുടിക്കാൻ തരുന്നതെന്ന് പറഞ്ഞാൽ പനയോല ഇതുപോലെ കോട്ടിയെടുത്ത് നല്ല പാത്രത്തിൻ്റെ മാതൃകയിലാണ് ഇതുപോലെ കോട്ടിയെടുത്താണ് നമുക്കിതിലാണ് അക്കാനി അല്ലെങ്കിൽ പതിനി കുടിക്കാനായി തരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കോട്ടിയെടുക്കുന്നതെന്ന് പ്രിയപ്പെട്ട ആദി ശക്തിവേല ചേട്ടൻ നമുക്ക് കാണിച്ചു തരും. നമുക്കൊന്ന് കോട്ടി കാണിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് പനയോല നന്നായിട്ട് ഇതുപോലെ കോട്ടിയെടുത്ത് ഈ പനയോല കോട്ടിയ ഈ കോട്ടിനകത്താണ് നമുക്ക് അക്കാനി അല്ലെങ്കിൽ പതിനി ഒഴിച്ചു തരുന്നത്. അപ്പോൾ തികച്ചും ഓർഗാനിക്കായിട്ട് പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിലാണ് ഈ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങൾ ഈ പന കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് കഴിക്കാനായി തരുന്നത്. ഈ പനയോല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരിമ്പനകളിൽ ഉണ്ടാകുന്ന ഓലയാണ്. അപ്പോൾ ആ ഓല വെട്ടിയെടുത്താണ് ഇതുപോലെ കോട്ടിയെടുക്കുന്നത്. അതുമാത്രമല്ല പനയോല മെടഞ്ഞ് പലതരത്തിലുള്ള കുട്ടകൾ, വട്ടികൾ, പെട്ടികൾ ഇങ്ങനെയുള്ള പല വസ്തുക്കളും പനയോല കൊണ്ട് ഉണ്ടാക്കാറുണ്ട്. അതുമാത്രമല്ല കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കാറുണ്ട്. പണ്ട് കാലത്ത് നമ്മൾ ഉറങ്ങാനായി പായ പനയോലയിൽ മെടഞ്ഞെടുക്കുക. ആ പരമ്പിലാണ് അല്ലെങ്കിൽ പായയിലാണ് നമ്മൾ കിടന്ന് ഉറങ്ങാറുള്ളത്. നമ്മുടെ തെങ്ങിലൊക്കെ കായ്ക്കുന്ന കരിക്ക് പോലെയാണ് കരിമ്പനയിൽ കായ്ക്കുന്ന ഇളം പ്രായത്തിൽ ഇതിനെ നൊങ്കെന്നാണ് പറയുന്നത്. ഇതിനുള്ളിൽ എഡിബിളായിട്ടുള്ള ഭക്ഷ്യയോഗ്യമായ ഭാഗമുണ്ട്. അപ്പോൾ പനയോലയിൽ അക്കാനി ഇങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് കുടിക്കുകയാണ്. ഞാൻ കുടിച്ചിട്ട് അതിൻ്റെ രുചി പറഞ്ഞു തരാം. അടിപൊളി, ഒരു വല്ലാത്ത ടേസ്റ്റാണ്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള നല്ലൊരു ഹെൽത്ത് ഡ്രിങ്കാണ് ഈ പനയിൽ നിന്നെടുക്കുന്ന അക്കാനി അല്ലെങ്കിൽ പതിനി എന്നത്. ഇതുപോലെ പനയോലയിൽ നിറച്ചിങ്ങനെ കുടിക്കുന്ന ഒരു വല്ലാത്ത വൈബാണ്. ഈ ചൂട് സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാനീയമാണ്. നമുക്ക് അറിയാം, ചൂട് സമയത്ത് നമ്മൾ പലതരത്തിലുള്ള തണുത്ത പദാർത്ഥങ്ങളെ കഴിക്കാറുണ്ട്. അപ്പോൾ അത്തരം പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ചൂട് കാലത്ത് നമുക്ക് ഏറ്റവും നല്ല നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ഏറ്റവും നല്ല പദാർത്ഥമാണ് ഈ അക്കാനി എന്നത്. അപ്പോൾ എല്ലാവരും കഴിക്കണം. നല്ല മധുരമുള്ള ഒരു ഭക്ഷണം
ഭക്ഷ്യപദാർത്ഥമാണ് ഈ നൊങ്കെന്നത്. നമുക്ക് ഈ ചൂടുകാലത്ത് നല്ല എനർജറ്റിക് ആയിട്ടുള്ള നൊങ്ക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരമൊക്കെ നന്നായിട്ട് തണുക്കും, നല്ല മൈൻഡ് ഫ്രഷ് ആവും. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് ധാരാളം എനർജിയും കിട്ടുന്നതാണ്. പണ്ട് കാലത്ത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ കരിമ്പന സുലഭമായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ കരിമ്പന ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്നെല്ലാം കരിമ്പന അപ്രത്യക്ഷമാവുന്ന ഒരു കാഴ്ചയാണ്. പന കയറി ഉപജീവന മാർഗം നടത്തിക്കൊണ്ടിരുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇന്ന് പനയേറ്റ് തൊഴിലാളികളേക്ക് കാണാനില്ലാത്ത ഒരവസ്ഥയാണ്. ഒരു തരത്തിലുള്ള വിഷാംശവുമില്ലാത്ത, ഒരു തരത്തിലുള്ള കലർപ്പില്ലാത്ത, രാസപദാർത്ഥങ്ങൾ തെല്ലുമേ ഇല്ലാത്ത നല്ലൊരു ഭക്ഷണ പദാർത്ഥമാണ് ഈ നൊങ്കെന്നത്. തെങ്കാശി മധുര റൂട്ടിലാണ് ഈ അക്കാനിക്കട ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രഷ് അക്കാനി എല്ലാവർക്കും കുടിക്കാം. അതുമാത്രമല്ല നല്ല അടിപൊളി ചക്ക കഴിക്കാം. അതോടൊപ്പം തന്നെ ഉണ്ടാവും മുള്ളാത്തേക്ക് അരിഞ്ഞു വെച്ചേക്കുന്നതല്ല. അപ്പോൾ എല്ലാം രസകരമായിട്ടുള്ള ജൈവികമായ ഭക്ഷണങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പം തെങ്കാശിയിലെ ആദിശക്തി എന്ന നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടൻ്റെ കടയിൽ നിന്ന് അക്കാനിയൊക്കെ കുടിച്ചു. അവിടെ നമ്മളിനി അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. അവിടെ ഈ പ്രിയപ്പെട്ട ചേട്ടന് ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ. അപ്പോൾ ഇതുപോലെയുള്ള വൈവിധ്യമാർന്ന രസകരമായ കാഴ്ചകളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരും. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ.